ഇന്നലെ രാത്രി ലൈവിൽ നടന്ന ചില സംഭവങ്ങളൊക്കെയുണ്ട്. അനുമോളെ എങ്ങനെയൊക്കെ താഴ്ത്തിക്കെട്ടാമല്ല എന്നുണ്ടെങ്കിൽ അനുമോൾക്ക് ഇപ്പോൾ ഉള്ള ഹൈപ്പ് എങ്ങനെയൊക്കെ വലിച്ച് അനുമോളെ താഴെയിടാമെന്ന് നോക്കി നടക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് നമ്മുടെ ശൈത്യ എന്ന് പറഞ്ഞേ മതിയാകൂ. അതല്ല എന്നുണ്ടെങ്കിൽ കൂടെ കൂടി നടക്കുന്ന ഒരു ഫേക്ക് ഫ്രണ്ട് തന്നെയാണ് ശൈത്യ. ഇപ്പോൾ ശൈത്യ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അക്ബറിനെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. അക്ബറും അതുപോലെ തന്നെ അപ്പാനി ശരത്തും റെനയൊക്കെ ആണല്ലോ ബിഗ് ബോസ് വീടിനകത്ത് അനുമോളുടെ പ്രധാന ശത്രുക്കൾ. അക്ബറിന്റെയും ശൈത്യയുടെയും ഒരു കോൺവെർസേഷനാണ് ഇപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അക്ബർ ആണെങ്കിലോ അനുമോൾക്കെതിരെ നീങ്ങാനുള്ള ഒരു നീക്കങ്ങളും വെറുതെ വിടാറില്ല. നമുക്ക് വിശദമായി തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇന്നലെ രാത്രി ഓണത്തിന്റെ എല്ലാ പരിപാടികളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തതിനു ശേഷം അക്ബറും ശൈത്യയും തമ്മിലൊരു കോൺവെർസേഷനാണ് നടന്നത്. ഇത് ശൈത്യ അനുമോളുടെ ഇപ്പോഴത്തെ വളർച്ചയെക്കുറിച്ച് പറയുന്നതാണ്. ശൈത്യയുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അനുമോൾക്കുണ്ടാകുന്ന ഈ ഒരു ചേഞ്ച് വളരെ ഷോക്കായിരിക്കുന്നത് ശൈത്യക്ക് തന്നെയാണെന്ന്. അതായത് ശൈത്യക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് അനുമോൾക്ക് പുറത്ത് വലിയ ഫാൻ പവർ ഉണ്ട് എന്ന്. ശൈത്യക്ക് അനുമോളുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അതിന് സാധിക്കാത്തത് കൊണ്ട് തന്നെ അനുവിനെ എങ്ങനെയെങ്കിലും പിടിച്ച് താഴെ ഇടണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ സത്യം പറഞ്ഞാൽ ശൈത്യക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള കരുക്കൾ തന്നെയാണ് നമ്മുടെ ശൈത്യ നീക്കുന്നതും. അതിന്റെ ഭാഗമായി തന്നെ അക്ബറിനെയാണ് ശൈത്യ കൂട്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ശൈത്യയും അതുപോലെ തന്നെ അക്ബറും പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ നെവിന് അനുമോളുമായിട്ട് ഇത്ര പെട്ടെന്ന് ഇത്ര അടുപ്പത്തിലേക്ക് എത്തിയതെന്ന്. കാരണം നെവിനും അനുമോളും വലിയ പ്രശ്നങ്ങളായിരുന്നു ബിഗ് ബോസ് വീടിനകത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ ഇരുവരും ശത്രുക്കളാകേണ്ടതാണ്. എന്നാൽ നെവിൻ തിരിച്ചു വന്നതിന് ശേഷം അനുമോളോട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നൊക്കെയുണ്ട്. പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. ഇതിന്റെ കാരണം തന്നെയാണ് ഇപ്പോൾ അക്ബറും അതുപോലെ തന്നെ ശൈത്യയും തിരക്കുന്നത്. അനു ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് വരെ നെവിന് പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ഇപ്പോൾ കാണുന്നേയില്ല. നല്ല സുഹൃത്തുക്കളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശൈത്യ നെവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതിനെ തുടർന്ന്, നീ അല്ലേ പറഞ്ഞത് അവളോട് സംസാരിക്കില്ല, അവൾ ഇവിടെ ഉണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞതല്ലേ, എന്നാൽ ഇപ്പോൾ നിനക്ക് എന്താണ് പറ്റിയതെന്ന ചോദ്യത്തിന് നമ്മുടെ നെവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാനിപ്പോൾ അവളുടെ കൂടെ നിൽക്കുന്നത് അവളെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. അതിലെനിക്ക് ഒരു കുറ്റബോധവുമില്ല. അവളുടെ ഒരു സാധനമുണ്ട്, അത് ഞാൻ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ കൂടെ കൂടുന്നത്. നെവിൻ ഇങ്ങനെ മറുപടി കൊടുത്തു എന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും വിശ്വസിക്കാൻ ശൈത്യയും അക്ബറും തയ്യാറല്ല. അപ്പൊ നമ്മുടെ അക്ബർ പറയുന്നുണ്ട് അതുകൊണ്ടൊന്നുമല്ല, അനുവിന് നല്ല സപ്പോർട്ട് ഉണ്ട് എന്ന് നെവിൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെവിനും അത്യാവശ്യം സപ്പോർട്ട് ഉണ്ട് എന്ന് അവനും മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, വൈൽഡ് കാർഡ് എൻട്രീസിന്റെ സംസാര രീതിയിൽ നിന്നും അവർക്ക് ചില കാര്യങ്ങളൊക്കെ തന്നെയും പിടികിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനു ഇപ്പോൾ അവളുടെ ഗെയിമിംഗ് ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. ഗെയിമിന്റെ എല്ലാ സ്ട്രാറ്റജിയും അവൾ വേറെയാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെയും എന്തൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് നമ്മുടെ ശൈത്യയും അക്ബറും പറയുന്നുണ്ട്. തൊട്ടു പിന്നാലെ ശൈത്യ വീണ്ടും പറയുന്നുണ്ട് അനുവിന് ആദ്യമൊക്കെ വലിയ പേടിയായിരുന്നു, അവളുടെ ഈ കരച്ചിൽ കൊണ്ടൊക്കെ തന്നെയും അമ്മയ്ക്കും അച്ഛനും എന്തെങ്കിലും നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ. എന്നാൽ അവൾക്ക് ഇപ്പോൾ പേടിയൊന്നുമില്ല. ഇതിലൊക്കെ തന്നെയും എന്തൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് മാത്രമല്ല, പ്രവീൺ അവൾക്ക് എതിരെയായിട്ടായിരുന്നു ആദ്യം. എന്നാൽ ഇപ്പോൾ പ്രവീൺ ലവ് ട്രാക്ക് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ ഞങ്ങൾക്കൊക്കെ തന്നെയും തോന്നുന്നുണ്ട്. എല്ലാവർക്കും എതിരെയാണ് ഏറെക്കുറെ മസ്താനി. എന്നാൽ ലക്ഷ്മിയും മസ്താനിയും ഒക്കെ തന്നെയും അവളെ കൂടെ ഇപ്പോൾ വല്ലാത്ത കൂട്ട് തന്നെയാണ്. ആദിലയും ന്യൂറയും അവൾക്ക് സപ്പോർട്ടാണ്. അത് മാത്രമല്ല, അപ്പാനി ശരത്തിന് ഇപ്പോൾ അനുവിനെ പേടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അനുവിന് സപ്പോർട്ട് ഉണ്ടെന്ന് അപ്പാനിയും മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ അനുവിന്റെ കാര്യങ്ങളൊക്കെ തന്നെയും ശൈത്യയും അക്ബറും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അനുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ശൈത്യയിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ശൈത്യയുടെയും അക്ബറിന്റെയും ഈ കോൺവെർസേഷൻ ബിഗ് ബോസ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.